കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം തുടരുന്നു. പോലീസ് ഒഴിപ്പിച്ച ജന്തർ മന്ദറിലെ സമരപന്തലിൽ പ്രവർത്തകർ വീണ്ടും ഒത്തുകൂടി. CJPക്ക് പിന്തുണയുമായി ഇടത് എംപിമാർ ജന്തർ മന്ദറിലെത്തി. കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷത്തിൽ 70 CJP പ്രവർത്തകരെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസനാണ് ചേരുന്നത്. രാജേഷ്, എന്തായാലും ഈ ഒരു സമരപ്രവർത്തകർ വീണ്ടും ഒത്തുകൂടിയിരിക്കുകയാണ്. വീണ്ടും ഒരു പ്രതിഷേധം ഇവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ തങ്ങൾ പ്രതിഷേധം തുടരുമെന്നാണ് CJP നേതാക്കൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം പോലീസ് നശിപ്പിച്ച അല്ലെങ്കിൽ പോലീസ് തകർത്ത ഈ കൂടാരങ്ങളും മറ്റും അർദ്ധരാത്രിയോടെ പുനഃസ്ഥാപിച്ചിട്ട് വീണ്ടും ഡൽഹിയിലെ അല്ലെങ്കിൽ രാജ്യ തലസ്ഥാനത്ത് യുവാക്കൾ ഒത്തുകൂടിയത്. ഇപ്പോൾ ഇതിൽ കൂടുതൽ പേർ ഈ സമരത്തിന് അല്ലെങ്കിൽ പ്രതിഷേധത്തിന് പൂർണ്ണ പിന്തുണ നൽകി രംഗത്ത് വരുന്നുണ്ട് എന്നതാണ്. ഇടത് എംപിമാരെല്ലാം ഇപ്പോൾ ഈ സമരത്തിന് പിന്തുണ നൽകി എത്തുന്നു എന്നതാണ്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം നടന്ന ഈ സംഘർഷത്തിൽ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗിക ഒരു സ്ഥിരീകരണം വരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷത്തിൽ 70 CJP നേതാക്കൾ അല്ലെങ്കിൽ പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. പൊതുമുതൽ നശിപ്പിക്കലടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ സംഘർഷത്തിൽ 118 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ്. 5 IPS ഉദ്യോഗസ്ഥരടക്കം 118 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് എന്നതാണ് ഡൽഹി പോലീസ് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ ദിവസം നടന്ന JP നദ്ദയുമായി നടത്തിയ ചർച്ചയിൽ ഒരു പൂർണ്ണ അല്ലെങ്കിൽ ചർച്ച പരാജയമായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ CJP പ്രവർത്തകർ മുന്നോട്ട് വെച്ച 3 ഉപാധികൾ, അത് പ്രധാനമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക, ഈ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് ജീവനൊടുക്കിയ കുട്ടികളുടെ കുടുംബത്തിന് ധനസഹായം നൽകുക, അതുപോലെ തന്നെ തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു ഉന്നയിച്ചത്. അതിൽ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ഉടൻ ഉണ്ടാകില്ല എന്നതാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന ഒരു സൂചന. അതേസമയം തന്നെ മറ്റു 2 ഉപാധികൾ തങ്ങളുടെ പരിഗണനയിലുണ്ട് എന്നതും കേന്ദ്ര സർക്കാർ ഇതിവൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷം അല്ലെങ്കിൽ തുടരുന്ന സംഘർഷം ഇത് രാഷ്ട്രീയമായാണെന്നാണ് BJP നൽകുന്ന അല്ലെങ്കിൽ BJP ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ജനപ്രീതിയുള്ള സർക്കാരിനെ താഴെയിറക്കാനുള്ള പ്രതിപക്ഷത്തിൻ്റെ ഒരു ആയുധം എന്നതാണ് ഈ യുവജന പ്രക്ഷോഭം എന്നതാണ് BJPയുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. എന്തായാലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കും വരെ തങ്ങൾ പ്രതിഷേധം തുടരും എന്നതാണ് CJP സ്ഥാപകനായിട്ടുള്ള അഭിജിത് ദീപ്തി അടക്കമുള്ള നേതാക്കൾ അല്ലെങ്കിൽ നേതാക്കളുടെ നിലപാട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നും രാജ്യ തലസ്ഥാനത്ത് യുവാക്കൾ ഒത്തുകൂടി കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നത്. അത് ഇതുവരെ കാണാത്ത രീതിയിലുള്ള യുവജന പ്രക്ഷോഭമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഉണ്ടായത്. അത് പ്രധാനമായും 2001 ശേഷം ഈ പാർലമെന്റ് കവാടം 3 മണിക്കൂറിലധികം പൂട്ടിയിടുന്ന സാഹചര്യമെല്ലാം 2001 ശേഷം ഉണ്ടായിട്ടില്ല. അതാണ് ഇന്നലെ രാജ്യ തലസ്ഥാനത്ത് അരങ്ങേറിയത്. ഈ സാഹചര്യത്തിൽ കൂടി തന്നെ തലസ്ഥാനത്ത് വലിയതുള്ള പോലീസ് വിന്യാസം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. എന്നാലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കും വരെ തങ്ങൾ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാട് തന്നെയാണ് CJP നേതാക്കൾ. അരുണിമ, ശരി, വ്യക്തമാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് രാജേഷ് ശ്രീനിവാസനാണ്.